ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 64. ശ്യാമിന്റെ ദേഷ്യം കണ്ട് താൻ എന്തോ തെറ്റ് ചെയ്തത് പോലെയാണ് അർജുന് തോന്നിയത്. എന്നാൽ അവിടെ അവരുടെ മുൻപിൽ താൻ എത്ര പരിശ്രമിച്ചിട്ടും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അർജുന് മാത്രം അറിയുന്ന സത്യമാണ്. നിന്റെ ബലഹീനതയെ അവർ അവരുടെ ശക്തിയായി ഉപയോഗിച്ചത് കൊണ്ടാണ് അവരുടെ മുമ്പിൽ നീ തോറ്റതും അവർ ജയിച്ചതും. ശ്യാം കോപത്തോടെ പറഞ്ഞു. വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ അവരുടെ ഓറ കൂടുതലായി തിങ്ങിയിരിക്കുന്ന ഇടമാണ്. അതിനാലാണ് അത് അയാളുടെ ശരീരത്തിലെ ബലഹീനമായ പോയിന്റായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ യോദ്ധാവും അവരുടെ വീക്ക് പോയിന്റ് രഹസ്യമായി കൊണ്ടു നടക്കണം. അർജുൻ ശ്രദ്ധയില്ലാതെ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് അവന്റെ വീക്ക് പോയിന്റ് ഏതാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്നാണ് ശ്യാം കരുതിയത്. ഒരാളുടെ വീക്ക് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അയാളെ തോൽപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഒരേ നിലയിലുള്ള രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിലൊരാൾ എതിരാളിയുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയാൽ അവരെ തോൽപ്പിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ ഫൈറ്റ് ചെയ്യുന്നവരുടെ ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം വലുതാണെങ്കിൽ താഴ്ന്ന നിലയിലുള്ളവർക്ക് തന്റെ എതിരാളിയുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനാൽ വിദ്യാർത്ഥികളല്ല, ചേതൻ തന്നെയാണ് അർജുന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് ശ്യാം ഊഹിച്ചു. ഉറപ്പായും ഇത് ചേതന്റെ കളിയാണ്. അവനോട് പന്തയം വെച്ച് ജയിക്കുന്നത് നിസ്സാര കാര്യമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ നിനക്ക് സംഭവിച്ചത് കണ്ടിട്ട് ചേതനെ നിസ്സാരക്കാരനായി കാണരുതെന്നാ തോന്നുന്നത്. അവന്റെ കൂടെ പന്തയം വെക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്യാം അർജുനോട് പറഞ്ഞു. അയാൾ മാജിക് സ്കൂളിലെ മികച്ച അധ്യാപകൻ ആയതുകൊണ്ട് തന്നെ അവിടെ നടന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അയാൾക്ക് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. ഇത്രയും നേരം അർജുനോടുള്ള കോപത്തിലിരുന്ന ശ്യാം ഇപ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയതും മെല്ലെ തണുത്തു. നീ ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനു മുമ്പ് നിന്നെ ഡോൺ 2 സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തണം. നീ ഡോൺ 2-ൽ എത്തിയാൽ അതിനൊപ്പം നിന്റെ വീക്ക് പോയിന്റും മാറും. പിന്നെ അവർ നിന്റെ ഇപ്പോഴത്തെ വീക്ക് പോയിന്റിൽ അടിച്ചാലും നിനക്കൊന്നും പറ്റില്ല. അയാൾ ശാന്തമായി അർജുനോട് പറഞ്ഞു. അത് കേട്ടതും അർജുൻ ആകെ സന്തോഷത്തിലായി. ശരി സാർ. അവൻ തലയാട്ടി. ഒരു യോദ്ധാവിന്റെ വീക്ക് പോയിന്റ് എപ്പോഴും ഒരിടത്താവില്ല. ഡോൺ സ്റ്റേജ് ലെവൽ അപ്പ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ വീക്ക് പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അർജുന്റെ വീക്ക് പോയിന്റ് നെഞ്ചിന് കീഴെയാണെങ്കിലും അവൻ ലെവലപ്പ് ചെയ്താൽ അത് മാറും. അങ്ങനെ മാറിയാൽ ചേതന്റെ സ്റ്റുഡൻസിനോട് അവന് പകരം ചോദിക്കാൻ കഴിയും. അർജുന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം ശ്യാം അവരോട് പറഞ്ഞു. ഞാൻ തരകൻ സാറിനെ പോയി കണ്ടിട്ട് വരാം. ഈ പന്തയത്തിന് കുറഞ്ഞത് എത്ര സ്റ്റുഡൻസ് വേണ്ടി വരുമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. അർജുൻ, നീ ഇനിയും ചേതന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് വഴക്കിന് പോകണ്ട. പന്തയം നടക്കുന്നത് വരെ നീ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ അവരെ തോൽപ്പിക്കാനുള്ള വഴി നിനക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? ശരിയായ സമയം വരുമ്പോ ഞാൻ തന്നെ നിനക്ക് അവരോട് പകരം ചോദിക്കാനുള്ള അവസരം തരാം. അതിനു മുന്നേ പോയി വീണ്ടും അവരുടെ തല്ല് വാങ്ങി വന്നിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇപ്പൊ നീ പോയി റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പന്തയത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താം. ശ്യാം അർജുനോട് പറഞ്ഞു. ശരി സാർ. സാർ പറഞ്ഞതുപോലെ എന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കും. എന്നെ തല്ലി ഈ പരുവമാക്കി അവരെ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാനിപ്പോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അവരെ ആക്കി ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ സാറ് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ വഴക്കിനൊന്നും പോകാതെ പ്രാക്ടീസ് ചെയ്യാം. ഇനി എന്നോട് പന്തയത്തിന് വരുന്നവർക്ക് എല്ലാം തോൽവിയായിരിക്കും ഫലം. ആദ്യം ആ വിവേകായിരിക്കും എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്. ചെറിയ പയ്യനല്ലേ, ഒരു കഴിവില്ലാത്തവനല്ലേ എന്ന് ഓർത്തപ്പോ അവനാണ് എന്നെ ആദ്യം അടിച്ച് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്. അപ്പോഴത്തെ ആ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതിനെല്ലാത്തിനും ഞാൻ അവനോട് പകരം ചോദിക്കും. ഞാൻ സാറ് പറഞ്ഞതെല്ലാം കേൾക്കാം. സാർ, താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അർജുൻ തന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞു. ശ്യാമിന്റെ വാക്കുകൾ കേട്ട അർജുന് തന്റെ പഴയ ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയിരുന്നു. ഇനി എന്ത് വന്നാലും ശ്യാം കൂടെ ഉള്ളത് കൊണ്ട് തനിക്ക് നേരിടാൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. തരകനെ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ച ശ്യാം പെട്ടെന്നാണ് ഒരു കാര്യമോർത്ത് സംശയത്തോടെ തോമസിനെ നോക്കിയത്. തോമസ്, സാറും നരേന്ദ്രൻ സാറും നല്ല ഫ്രണ്ട്സ് അല്ലേ? പിന്നെന്താ സാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാതെ എന്റെ അടുത്തേക്ക് വന്നത്? ഈ സ്കൂളിന്റെ ടീച്ചേഴ്സ് കൗൺസിൽ തലവൻ എന്ന നിലയ്ക്ക് ചേതന ഇവിടെ നിന്നും പുറത്താക്കുന്ന കാര്യം നരേന്ദ്രൻ സാറിനാവില്ലേ? ശ്യാം സംശയത്തോടെ ചോദിച്ചു. കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ നരേന്ദ്രനും തോമസും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദം മുതലെടുത്ത് ചേതന ഇവിടെ നിന്നും പുറത്താക്കുന്നത് എളുപ്പമായ കാര്യമാണ്. എന്നാൽ തോമസ് അതിന് തയ്യാറല്ല. ഇല്ല ശ്യാം,
നരേന്ദ്രന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒരു ടീച്ചറിന്റെ സ്റ്റുഡൻസിനെ ബലപ്രയോഗത്തോടെ അവരിൽ നിന്നും പിടിച്ചു മാറ്റാനാവില്ല എന്ന റൂളുണ്ടല്ലോ. പിന്നെ ഒരു ടീച്ചറെ ഇങ്ങനെ പുറത്താക്കിയാൽ അവന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും പോയി അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്ത അത് പിന്നെ വലിയ പ്രശ്നവും. കാര്യങ്ങൾ അസോസിയേഷനിലേക്ക് എത്തിയ പിന്നെ അത് എല്ലാവരുടെയും പേരിനെയും പൊസിഷനെയും ബാധിക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഒന്നാലോചിച്ച് നോക്ക്, ഒരു സ്റ്റുഡന്റ് അവന്റെ ഇഷ്ടത്തിന് തന്നെ ഒരു ടീച്ചറിനെ തേടി വന്ന അവനെ തടുക്കാൻ ആർക്കും കഴിയില്ല. സ്കൂളിനും അതിൽ തലയിടാൻ കഴിയില്ല. അതുമാത്രമല്ല, സ്കൂളിലെ വെറും ഒരു തോൽവിയായ ഒരു ടീച്ചറെ പുറത്താക്കാൻ ടീച്ചേഴ്സ് കൗൺസിൽ മെമ്പറിന്റെ അടുത്ത് വരെ പോകുന്നത് മണ്ടത്തരമല്ലേ? അതാണ് അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് തോമസ് പറഞ്ഞു. അയാളുടെ മനസ്സിൽ ചേതനെ കുറിച്ചുള്ള ചിന്തകൾ ഓടിക്കൊണ്ടിരുന്നു. ഉറുമ്പിനെ കൊല്ലാൻ ആരും ആനയെ വിളിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രന്റെ അടുത്തേക്ക് പോകാതെ ശ്യാമിന്റെ അടുത്തേക്ക് തോമസ് വന്നത്. പക്ഷേ അത് പുറത്തു പറഞ്ഞാൽ ശ്യാമിന് വിഷമമായാലോ? അതുകൊണ്ട് തോമസ് അത് പുറത്തു പറഞ്ഞില്ല. അത് മാത്രമല്ല, ശ്യാം ഒരു മണ്ടനല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ശ്യാമിന് പ്രത്യേകിച്ച് ചേതനോടൊരു ദേഷ്യവുമില്ല. ഇന്ന് കറക്റ്റ് സമയത്ത് ശ്യാമിന്റെ കുട്ടികൾ ചേതന്റെ അടുത്ത് ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ശ്യാം തന്നെയെന്ന് സഹായിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു എന്ന് തോമസിനറിയാം. ശ്യാമും തോമസും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അധ്യാപകൻ അവിടേക്ക് വന്നു. ശ്യാം സാർ, അയാൾ വിളിച്ചു. ഹേയ്, സിബി സാർ എന്തിവിടെ? ശ്യാം തിരക്കി. സിബി സാർ, മാജിക് സ്കൂളിലെ തന്നെ മറ്റൊരു പേരെടുത്ത അധ്യാപകനാണ് അയാൾ. ഇയാളുടെ അടുത്ത് ചേരാനാണ് ആനന്ദ് ആദ്യം ആഗ്രഹിച്ചിരുന്നത്. ട്രൈഡന്റ് ഉപയോഗിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ് അദ്ദേഹം. ശ്യാമിന്റെ കൂടെ തോമസ് നിൽക്കുന്നത് കണ്ട് സിബി തോമസിനെയും വിഷ് ചെയ്തു. ശ്യാം സാർ, സാർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു? സിബി ചോദിച്ചു. ഇവിടെ 1000 കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, അതെല്ലാം എനിക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുമോ? ശരി, നീ എന്താ പറയാൻ വന്നത് അത് പറ. ശ്യാം കളിയോടെ ചോദിച്ചു. എന്താ സാർ, സാറിപ്പോ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ? നരേന്ദ്രൻ സാറിനെ ടീച്ചേഴ്സ് കൗൺസിലിൽ നിന്ന് മാറ്റി. അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. സിബി പറഞ്ഞത് കേട്ട് ശ്യാമും തോമസും ഞെട്ടലോടെ നിന്നു. എന്ത്? നരേന്ദ്രൻ സാറിനെ പദവിയിൽ നിന്ന് മാറ്റിയെന്നോ? എന്താ സിബി, എന്താ ഇവിടെ ഉണ്ടായത്? ശ്യാം ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇങ്ങനെ പെട്ടെന്ന് ടീച്ചേഴ്സ് കൗൺസിലിന്റെ പദവിയിൽ നിന്നും പുറത്താക്കുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ശ്യാമും തോമസും. നരേന്ദ്രൻ സാർ ഏതൊരു ടീച്ചറിന് നേരെ മോശമായി പെരുമാറി. ആ ടീച്ചറിനെ കള്ളക്കേസിൽ കുടുക്കി ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. അത് കൗൺസിൽ അറിഞ്ഞതും തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് പറഞ്ഞ് കൗൺസിൽ അദ്ദേഹത്തെ പുറത്താക്കി. ഇപ്പോ വിചാരണയ്ക്കും ഉത്തരവിട്ടു. സിബി തനിക്ക് അറിയാവുന്നത് പറഞ്ഞു. കൗൺസിൽ നേരിട്ട് ഇടപെടണമെങ്കിൽ ആ ടീച്ചറിന് ഇവിടെ അത്രയും പവർ ഉണ്ടാവണമല്ലോ. അത്രയും പവർഫുള്ളായ ഏത് ടീച്ചറാ ഇവിടെ ഉള്ളത്? അതും നരേന്ദ്രൻ സാറിനെയൊക്കെ പദവിയിൽ നിന്ന് എങ്ങനെ മാറ്റാൻ കഴിയും? ശ്യാം അടുപ്പിച്ചടുപ്പിച്ച് തന്റെ ഉള്ളിലുണ്ടായ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. നരേന്ദ്രന്റെ സ്ഥാനം എത്ര മുകളിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, ഈ പ്രായത്തിലും മാജിക് സ്കൂളിന്റെ അധ്യാപകർക്കിടയിൽ വളരെ വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളും അയാൾക്കുണ്ട്. നരേന്ദ്രൻ ഇത്ര പിടിപാടുണ്ടായിട്ടും അയാളെ പദവിയിൽ നിന്നും നീക്കം ചെയ്ത് ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. തോമസിന് പോലും ഈ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൗൺസിൽ ഇങ്ങനെ നേരിട്ട് ഇടപെടണമെങ്കിൽ അത്രയും പിടിപാടുള്ള ആ അധ്യാപകൻ ആരായിരിക്കും എന്ന ചോദ്യമായിരുന്നു അയാളിൽ. ആരാ ടീച്ചർ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ സ്കൂളിലെ ഏറ്റവും ലോക്കൽ ടീച്ചർ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. സിബി പറഞ്ഞു. ലോക്കൽ ടീച്ചറോ? അതാരാ? ശ്യാം ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് ചേതൻ സാർ ആണെന്നൊരു ടോക്കുണ്ട്. സിബി തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. സത്യം മുഴുവനായി അറിയാത്തത് കൊണ്ട് സിബി സംശയത്തോടെയായിരുന്നു അത് പറഞ്ഞത്. ഇത് കേട്ട ശ്യാമും തോമസും അർജുനും ഞെട്ടി പരസ്പരം നോക്കി. എന്ത്? ചേതനോ? അവർ ഒരേ സ്വരത്തിൽ കണ്ണു മിഴിച്ചുകൊണ്ട് ചോദിച്ചു. നരേന്ദ്രൻ ഇടപെടുത്തി ചേതന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കെ തന്നെ ഇത്തരമൊരു വാർത്ത കേട്ട അവരാകെ കഷ്ടത്തിലായി എന്ന് വേണം പറയാൻ. അവനീ സ്കൂളിലെ തന്നെ മോശമായ ഒരു ടീച്ചറല്ലേ? അവന് വേണ്ടി കൗൺസിൽ തന്നെ നേരിട്ട് ഇടപെട്ടെന്നോ? എന്നിട്ട് നരേന്ദ്രൻ സാറിനെ പദവിയിൽ നിന്ന് മാറ്റിയെന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ശ്യാം സംശയത്തോടെ പറഞ്ഞു. ചേതനെ പോലെ ഒരു മോശമായ അധ്യാപകന് വേണ്ടി നരേന്ദ്രൻ സാറിനെ വരെ തന്റെ പദവിയിൽ നിന്നും കൗൺസിൽ മാറ്റിയെന്ന് കേട്ടതും കൗൺസിലുള്ളവർക്ക് വട്ടായോ എന്നുവരെ അവർ ചിന്തിച്ചു പോയി. ചേതൻ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും അവന്റെ പ്രവൃത്തികളെല്ലാം അസാധാരണമായിരുന്നു. ആദ്യം ആ ഹോട്ടലിലെ ചില വിഭവങ്ങൾ മാത്രം കഴിച്ച് വർഷങ്ങളായി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആ ഹോട്ടൽ തന്നെ പൂട്ടിച്ചു. അതിനുശേഷം എങ്ങനെയോ 2 മികച്ച വിദ്യാർത്ഥികളെ
ഈ സ്കൂളിലെ തന്നെ മികച്ച അധ്യാപകന്റെ അടുത്തു നിന്നും മാറ്റി സ്വന്തമാക്കി മാറ്റി. വെറും 3 മുറകൾ മാത്രം പറഞ്ഞു കൊടുത്ത് അർജുനെ തോൽപ്പിച്ചു. ഇപ്പോൾ ദാ ഇതും. ഇവയെല്ലാം കുറിച്ച് ആലോചിക്കും തോറും അവർക്കെല്ലാം തല പെരുക്കുന്നത് പോലെ തോന്നി. സാർ, എന്താ സാർ ഇവിടെ നടക്കുന്നതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ചേതൻ വെറും യൂസ്ലെസ് ആണ്. അവനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? നരേന്ദ്ര സാർ എത്ര വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ വരെ പദവിയിൽ നിന്നും നീക്കണമെങ്കിൽ അവൻ അതിന് മാത്രം പവർഫുൾ ആയ കണക്ഷൻസ് വേണ്ടേ? ചേതന് ആ പിടിപാടൊക്കെ എങ്ങനെയാ ഉണ്ടായത്? അവൻ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആകെ മൊത്തം സീനാണല്ലോ. ശ്യാം തന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളെല്ലാം സിബിയോട് ചോദിച്ചു. സാർ, എനിക്കും ഇതേ സംശയം തന്നെയാണ്. എന്റെ കൺമുന്നിൽ വെച്ചാണ് ചേതൻ സാർ സ്റ്റുഡൻസിന് 3 സ്റ്റെപ്സും പറഞ്ഞു കൊടുത്തത്. അതും വളരെ ബേസിക് ആയ ആർക്കും തടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ. എന്നാൽ അതിലും ഏതോ തന്ത്രം ഉപയോഗിച്ച് എന്നെ തോൽപ്പിച്ചു. ചേതന്റെ സ്റ്റുഡൻസിനെ തല്ലിയതിന് എന്നോട് പകരം ചോദിക്കുകയും ചെയ്തു. ആ 5 സ്റ്റുഡൻസിനോടും. അപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് വന്നത്. പക്ഷേ എനിക്കൊന്നും തിരിച്ചു ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ആയിരിക്കും നരേന്ദ്രൻ സാറിന്റെ കാര്യത്തിലും നടന്നിട്ടുണ്ടാവുക. നരേന്ദ്രൻ സാറിനെയും ചേതൻ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് കുടുക്കിയതാകണം. അർജുൻ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ശ്യാമിനോട് പറഞ്ഞു. തോമസ് ഇതുവരെ തന്റെ ഞെട്ടലിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ചേതൻ ഒരു സാധാരണക്കാരനല്ലെന്ന തിരിച്ചറിവിൽ അയാൾ സ്തംഭിച്ചു നിന്നു. അധ്യായം 65. ചേതന് അധ്യാപക ജോലിയോടുള്ള ഇഷ്ടം കൂടി വന്നിരുന്നു. എങ്ങനെയും ഒരു നല്ല അധ്യാപകനായി മാറണമെന്ന ചിന്തയായിരുന്നു അവനിൽ. അപ്പോ ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങളെല്ലാരും വീട്ടിൽ ചെന്ന് ഞാൻ പഠിപ്പിച്ചതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. 15 ദിവസം കഴിഞ്ഞാലാണ് ശ്യാമുമായുള്ള പന്തയം. അതില് എന്ത് വന്നാലും തോൽക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹവും അത് തന്നെയല്ലേ? ചേതൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞതും അവരോട് പറഞ്ഞു. യെസ് സാർ. അവരെല്ലാം ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. അവരെല്ലാം വരാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ആവേശത്തിലായിരുന്നു. ചേതനെ ജയിപ്പിക്കണം എന്ന ചിന്ത ഒരേപോലെ തന്നെ അവിടെയുള്ള എല്ലാവരിലും ഉണ്ടായിരുന്നു. സാറ് വിചാരിച്ച ശ്യാം സാറിന് മാത്രമല്ല, ഈ ലോകത്തെ ആരെ വേണമെങ്കിലും തോപ്പിക്കാം, വിവേക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ട് മറ്റ് വിദ്യാർത്ഥികളും അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവരുടെ ആവേശം കണ്ടതും ചേതൻ ചിരിച്ചു. ചേതൻ ആദ്യ കാഴ്ചയിൽ തന്നെ തന്റെ സ്റ്റുഡൻസിന്റെ എല്ലാം കുറവുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അത് മാത്രവുമല്ല, പിന്നീട് അവർക്ക് അതിനുള്ള പരിഹാരവും പറഞ്ഞു കൊടുത്തു. പിന്നെ അവനിന്ന് അർജുന്റെ വീക്ക് പോയിന്റും കണ്ടെത്തി. അതുകൊണ്ട് അവന്റെ സ്റ്റുഡൻസിന് ഇന്ന് അർജുനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ചേതന്റെ അടുത്ത് അസാധാരണമായ എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നിയെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവസാനമായി ഒരു ആയോധന മുറ കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരോടെല്ലാം ചേതൻ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കുട്ടികൾ ഓരോരുത്തരായി പുറത്തിറങ്ങി. അവസാനമായി ഋഷി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതും നേരത്തെ ഇറങ്ങി പുറത്ത് കാത്തിരിക്കുകയായിരുന്ന 4 പേരും കൂടെ ഋഷിയെ വളഞ്ഞു. അവർക്ക് എന്താണ് എൻലൈറ്റ്മെന്റ് ടവറിൽ നടന്നതെന്ന് അറിയണമായിരുന്നു. ഋഷി ഒന്നും മറച്ചു വെക്കാതെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അതെല്ലാം കേട്ട് അവർ ഒരുപോലെ അത്ഭുതപ്പെട്ടു. ഇതെല്ലാം പറയുമ്പോഴുള്ള ഋഷിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ ചേതനെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്നുള്ളത് തെളിഞ്ഞു കാണാമായിരുന്നു. നരേന്ദ്രൻ ചേതനെ മനഃപൂർവ്വം എലിജിബിലിറ്റി ടെസ്റ്റിൽ തോൽപ്പിച്ചതോർത്ത് അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഗൈസ്, ചേതൻ സാർ വളരെ നല്ലൊരു ടീച്ചറാണ്. അതുപോലൊരു ടീച്ചറിനെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം. പക്ഷേ സാറിന്റെ കഴിവിന് കിട്ടേണ്ട മര്യാദയും ബഹുമാനവും ഒന്നും ഇവിടെ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും സാറിന് ആ ബഹുമാനം കൊടുക്കണം. എന്നിട്ട് ഈ സ്കൂളിൽ എല്ലാവരും സാറിനോട് മര്യാദയോടെ പെരുമാറുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആരെങ്കിലും സാറിനെ കുറിച്ച് മോശമായി സംസാരിച്ചാ നമ്മൾ വേണം അത് ചോദ്യം ചെയ്യാൻ. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. അപ്പോഴേ നമ്മളും നമ്മളുടെ സാറും ആരാണെന്നുള്ളത് സ്കൂളിലുള്ളവർക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന പന്തയത്തിൽ എങ്ങനെയും ചേതൻ സാറിനെ ജയിപ്പിക്കണമെന്നുള്ളതാണ്. ആ പന്തയത്തിന് ഇനിയും 15 ദിവസങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഇത്തിരി കഷ്ടപ്പെടേണ്ടി വന്നാലും കുഴപ്പമില്ല. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചേതൻ സാറിനെ ജയിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ ജയിച്ചാൽ മാത്രമേ നമുക്ക് ചേതൻ സാറിന് ഈ സ്കൂളിലൊരു നല്ല പേരുണ്ടാക്കി കൊടുക്കാൻ കഴിയൂ. ഋഷി അവർ 4 പേരോടുമായി പറഞ്ഞു. അത് കേട്ട അവരെല്ലാം വല്ലാത്ത ആവേശത്തിലായിരുന്നു. ഇത് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്ന ഋഷി. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പന്തയത്തിൽ ജയിച്ച് ചേതൻ സാറിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേരുണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മേഘ ഋഷിയോട് പറഞ്ഞു. ഞങ്ങളും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യും. ഉറപ്പായും ചേതൻ സാറിനെ ജയിപ്പിക്കുകയും ചെയ്യും.
വിവേകം, ആനന്ദും സാറയും മുന്നിലേക്ക് വന്ന് ഉച്ചത്തിൽ പറഞ്ഞു. വരുന്ന 15 ദിവസം നല്ലതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് അവരെല്ലാം തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ വരുന്ന പന്തയത്തിൽ ചേതനെ ജയിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ചേതന്റെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കും എന്നും അവർ കണക്ക് കൂട്ടി. തന്റെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നടക്കുന്നത് ഒന്നും അറിയാതെ ചേതൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അവനാകെ ആശങ്കയിലായിരുന്നു. മത്സരത്തിന് ഇനിയും 15 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സാറയുടെയും മേഘയുടെയും കാര്യത്തിൽ അവന് വലിയ പേടിയില്ലായിരുന്നു. ഇരുവർക്കും ആയോധന കലകളിൽ നല്ല അടിത്തറയുണ്ട്. അതുപോലെ അവരുടെ അഭ്യാസ മുറകളും നല്ലതാണ്. ഇരുവരും മാജിക് സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ആയോധന കലകൾ അഭ്യസിച്ചിരുന്നവരാണ്. വരാൻ പോകുന്ന 15 ദിവസങ്ങൾ കൊണ്ട് അവരുടെ ശക്തി ഇതിലും നന്നാക്കാൻ കഴിയുമെന്ന് അവന് ആത്മവിശ്വാസമുണ്ട്. ആനന്ദിനെയും ഋഷിയെയും നോക്കിയാൽ അവർക്ക് നല്ല കഴിവും മുന്നേറാനുള്ള ആഗ്രഹവുമുണ്ട്. ഇരുവരും കഠിന പരിശ്രമം ചെയ്താൽ അവർക്കും അവരുടെ ശക്തികൾ വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ വിവേകിന്റെ കാര്യം അങ്ങനെയല്ല. അത് തന്നെയാണ് ചേതന്റെ തലവേദനയും. അവന് ഇത്രയും നാൾ തെരുവുകളിൽ വഴക്കുണ്ടാക്കി നടന്നിരുന്ന ഒരുവനാണ്. അവന് മാതാപിതാക്കളോ കുടുംബമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയോധന കലകളിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അഭ്യാസ മുറകളെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. വെറും 15 ദിവസങ്ങൾ കൊണ്ട് അവനെ അതെല്ലാം പഠിപ്പിച്ചെടുക്കുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല. ചേതൻ ആവലാതിയോടെ വിവേകിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണ് അവന് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചത്. വിവേകിന്റെ ഉള്ളിലെ രാജരക്തത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ അവൻ എളുപ്പത്തിൽ ശക്തനാക്കി മാറ്റാൻ കഴിയും. ചേതൻ ചിന്തിച്ചു. യെസ്, അത് തന്നെയാണ് പോംവഴി. അവന്റെ കണ്ണുകൾ വിടർന്നു. വിവേകിന്റെ രക്തത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാരുടെ രക്തം അടങ്ങിയിട്ടുണ്ട്. ആ രക്തത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ ഏത് ലെവലിലാണെന്നുള്ളതിലുപരി അവന്റെ വേഗതയും ശക്തിയും വർദ്ധിക്കപ്പെടും. വിവേകിന്റെ ശക്തികൾ വേഗത്തിൽ കൂട്ടാൻ നല്ലൊരു വഴി വേറെയില്ല. പക്ഷേ അവന്റെ രക്തത്തിലുള്ള ആ രാജരക്തത്തിന്റെ അംശത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ചേതന്റെ ഉള്ളിൽ ഉണർന്നു. ഇങ്ങനെ ആദിമകാലത്തെ രാജരക്തത്തെ പറ്റി ആളുകൾക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ആർക്കും തന്നെ അറിയില്ല. അഥവാ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ തന്നെ അവർക്ക് അതിന്റെ പേര് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കി കാണിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ലെന്ന് ചേതൻ മനസ്സിലാക്കി. അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി തുറക്കപ്പെട്ടത്. അതിൽ നിന്ന് ഒരു പുസ്തകം അവന്റെ മുമ്പിലേക്ക് എത്തി. ചേതൻ ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കി. ആ പുസ്തകത്തിൽ ഒരുപാട് മുറകളെ കുറിച്ച് എഴുതിയിരുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിലെ രാജരക്തത്തെ ഉണർത്താൻ 3 മാർഗങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് കഠിനമായ പരിശ്രമത്തിലൂടെ ആയോധന കലകൾ പരിശീലിച്ച് ഉള്ളിലെ രാജരക്തത്തെ ഉണർത്തുക എന്നതാണ്. ഈ മാർഗമാണ് കൂട്ടത്തിലെ ഏറ്റവും സുരക്ഷിതമായ മാർഗം. പക്ഷെ അത് സാധ്യമാക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ചിലർ ജീവിതകാലം മുഴുവനും അത് പരിശീലിച്ചിട്ട് പോലും രാജരക്തത്തെ ഉണർത്താൻ കഴിയാതെ മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് ഒത്തുചേർന്ന് അതിനെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധം സേവിക്കുക എന്നതാണ്. എന്നാൽ അതും കഴിക്കുന്ന ഔഷധത്തിന്റെ ഗുണമനുസരിച്ച് പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് വളരെ ആപത്തേറിയ ഒരു മാർഗമാണ്. അതെന്തെന്നാൽ ഇതുപോലെ രാജരക്തം ഉണ്ടായിരുന്ന ഒരുവൻ അയാളുടെ ശരീരത്തിൽ പലയിടങ്ങളിലായി 70 തവണ വാളുകൊണ്ട് വെട്ടി. അയാൾ മരിക്കുമെന്നായപ്പോൾ അയാളുടെ ഉള്ളിലെ രാജരക്തം ഉണർന്നു. അയാൾ ശക്തനായി മാറി. അതുപോലെ തന്നെ മറ്റൊരാൾ വിഷം തീണ്ടി മരിച്ചു. 3-ാം ദിനം അയാളുടെ ശരീരത്തിലെ രാജരക്തം ഉണർന്നു. അയാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അങ്ങനെ 3-ാമത്തെ മുറ പരീക്ഷിച്ച പലരെയും കുറിച്ചുള്ള വിവരങ്ങൾ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം വായിച്ച് ചേതന് പേടിയാണ് തോന്നിയത്. ഇതിലാകെ സുരക്ഷിതമായ മാർഗം ആദ്യത്തേതും രണ്ടാമത്തേതുമാണെന്ന് ചേതൻ മനസ്സിലാക്കി. അതിലെ 3-ാമത്തെ മാർഗം വളരെ ആപത്തേറിയതായിരുന്നു. വിഷമൊക്കെ കഴിച്ചിട്ട് അവസാനം ശരിക്കും മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഈ 3-ാമത്തെ മാർഗം സ്വീകരിച്ച് വിവേകിന് എന്തെങ്കിലും പറ്റിയ അതിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി മാറും. ഈ മാർഗങ്ങൾ ഒന്നുമല്ലാതെ മറ്റൊരു നല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ ചേതൻ ചിന്തിച്ചു. അവന് തന്റെ തല പുകയുന്നത് പോലെയാണ് തോന്നിയത്. 3-ാമത്തെ മാർഗം ഉറപ്പായും ചെയ്യാൻ കഴിയില്ല. ചേതന്റെ മുമ്പിൽ ആകെ 15 ദിവസം മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ആദ്യത്തേതും പ്രാവർത്തികമാക്കാൻ കഴിയില്ല. ആകെ ചേതന് പരീക്ഷിച്ചു നോക്കാൻ സാധ്യമാകുന്ന ഒരേ ഒരു മാർഗം രണ്ടാമത്തേത് മാത്രമായിരുന്നു. വിവേകിന്റെ ശരീരത്തിന് ചേരുന്ന മരുന്ന് കണ്ടുപിടിച്ച് അത് അവന് നൽകി അവന്റെ ശക്തികളെ ഉണർത്തുക എന്നത്. പക്ഷേ ഈ മാർഗം പരീക്ഷിക്കണമെങ്കിൽ മരുന്നിനെ കുറിച്ചും അതെങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചും
നല്ല അറിവ് വേണം. ഒരു കാര്യം ചെയ്യാം, ആൽക്കെമിസ്റ്റ് യൂണിയനിൽ പോയി നോക്കാം. ചിലപ്പോ അതിനെക്കുറിച്ചുള്ള പുസ്തകം അവിടെ നിന്ന് കിട്ടിയാലോ? എങ്ങാനും കിട്ടുകയാണെങ്കിൽ വിവേകിന്റെ ഉള്ളിൽ രാജരക്തം ഉണർത്താനും സാറയുടെ പ്രശ്നം മാറ്റാനും ഇതൊരു പക്ഷെ ഉപകരിച്ചേക്കാം. ചേതൻ ചിന്തിച്ചു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കെമിസ്ട്രി ലാബ് ലക്ഷ്യമാക്കി പോയി. സാറയ്ക്കും വിവേകിനും ആവശ്യമായ മരുന്ന് ലഭിച്ചാൽ അവരുടെ ശക്തി ഉറപ്പായും വർദ്ധിക്കും. അതുകൊണ്ട് എങ്ങനെയും ആ മരുന്ന് കണ്ടുപിടിക്കണമെന്ന് ചേതൻ ചിന്തിച്ചു. ആ ലോകത്തെ ഏതാണ്ട് മുഴുവൻ ജോലികൾക്കും ഓരോ യൂണിയനുകൾ ഉണ്ടായിരുന്നു. ഈ ടീച്ചേഴ്സ് കൗൺസിൽ ഉള്ളതുപോലെയൊക്കെ തന്നെ ആൽക്കമി യൂണിയനും ഉണ്ടായിരുന്നു. ആ ലോകത്തെ ജോലികളിൽ മതിപ്പ് കൊണ്ട് ആൽക്കിമിസ്റ്റുകൾ അധ്യാപകരെക്കാൾ തൊട്ടു താഴെയാണ്. അധ്യാപകർക്ക് കിട്ടുന്ന അതേ ബഹുമാനവും മതിപ്പും ആൽക്കിമിസ്റ്റുകൾക്കും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആൽക്കമി യൂണിയനിൽ എന്നും തിരക്കായിരിക്കും. ഒന്നുകിൽ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ മരുന്നുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനോ ആളുകൾ അവിടെ ചെന്നുകൊണ്ടിരിക്കും. ചേതൻ ആദ്യമായായിരുന്നു ആൽക്കമി യൂണിയനിലേക്ക് ചെല്ലുന്നത്. എന്നാലും അത് എവിടെയാണുള്ളതെന്ന് അവൻ അറിയാമായിരുന്നു. 1 മണിക്കൂർ നേരത്തെ നടത്തത്തിന് ശേഷം അവൻ യൂണിയന്റെ ബിൽഡിങ്ങിന് മുന്നിൽ എത്തിച്ചേർന്നു. സ്വർണ്ണ നിറത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് ആൽക്കെമിസ്റ്റ് യൂണിയൻ എന്ന് എഴുതിയ ബോർഡ് അവൻ കണ്ടു. ഇവിടെ നിന്ന് എനിക്ക് ആവശ്യമായ പുസ്തകം ലഭിക്കുകയാണെങ്കിൽ എന്റെ ജോലി എളുപ്പമോ? എന്തായാലും ഉള്ളിൽ പോയി നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചേതൻ അകത്തേക്ക് കയറി. ആ കെട്ടിടത്തിന്റെ മുൻപിലായി ഒരു വലിയ നടപ്പാതയുണ്ടായിരുന്നു. ആ നടപ്പാതയിലൂടെ അവിടേക്ക് പല പല ആവശ്യങ്ങൾക്കായി ആൾക്കാർ വന്നും പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ചേതൻ അവിടെ ചെന്നത് വിവേകിന്റെ ശരീരത്തിൽ രാജരക്തം ഉണർത്താൻ വേണ്ടിയുള്ള മരുന്നിനെ കുറിച്ചുള്ള പുസ്തകം അന്വേഷിച്ചാണ്. പക്ഷേ അതിന് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ചേതൻ ആ പുസ്തകത്തെക്കുറിച്ച് ആരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ അവൻ തന്നെ സ്വയം അവിടെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് അത്തരം പുസ്തകങ്ങൾ തിരഞ്ഞു കണ്ടെത്തണം. അങ്ങനെ തനിക്ക് ആവശ്യമായ പുസ്തകം ലഭിക്കുകയാണെങ്കിൽ വിവേകിന്റെ ഉള്ളിലെ രാജരക്തത്തെ എങ്ങനെ ഉണർത്താം എന്നുള്ളത് അറിയാൻ സാധിക്കും. പക്ഷേ ചേതന ആൽക്കമി യൂണിയനിൽ ആരെയും തന്നെ പരിചയമില്ല. തനിക്ക് പരിചയമില്ലാത്തവരുടെ അടുത്ത് ചെന്ന് ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് ചേതന് തോന്നി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി ചേതൻ റിസപ്ഷൻ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ശ്രുതി എന്നൊരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ഒരു വലിയ ആൽക്കമിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നവളാണ്. പക്ഷേ അതിനാവശ്യമായ കഴിവുകൾ ഇല്ലാത്തതുകൊണ്ട് അവൾക്കത് സാധിക്കാതെ പോയി. ഒരുപാട് തവണ അവൾ ആൽക്കമി ക്ലാസുകൾക്കുള്ള പ്രവേശന പരീക്ഷ എഴുതിയെങ്കിലും അവൾക്ക് അതിൽ വിജയിക്കാനായില്ല. പക്ഷേ തന്റെ ആഗ്രഹത്തെ അങ്ങനെയൊന്നും വിട്ടുകളയാൻ അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ആൽക്കമി യൂണിയന്റെ ബിൽഡിങ്ങിൽ തന്നെ അവൾ ജോലി നേടിയെടുത്തത്. അവൾ അവിടെ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. റിസപ്ഷനിസ്റ്റ് എന്നുള്ളത് അത്ര വലിയ ജോലിയൊന്നുമല്ല എങ്കിലും അവൾക്ക് നല്ലൊരു വരുമാനം ലഭിച്ചിരുന്നു. അവിടെ വിൽക്കപ്പെടുന്ന ഓരോ മരുന്നുകൾക്കും അവൾക്കും കമ്മീഷൻ ലഭിച്ചിരുന്നു. കൂടുതൽ മരുന്നുകൾ വിറ്റാൽ അവൾക്ക് ശമ്പളം അതിനനുപാതമായി വർദ്ധിക്കും. അതുകൊണ്ടാണ് അതേ ജോലി ചെയ്യുന്ന മറ്റുള്ളവരെക്കാൾ അവളുടെ ശമ്പളം 6-7 മടങ്ങ് അധികമായി ഇരുന്നത്. നല്ല ശമ്പളം ലഭിച്ചിരുന്നുവെങ്കിലും അവൾ ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് ജോലിയുടെ കുഴപ്പം കാരണം കൊണ്ടല്ല, അവളുടെ സൗന്ദര്യം കാരണമായിരുന്നു. ശ്രുതിയുടെ പ്രായം 22 വയസ്സായിരുന്നു. കണ്ടാൽ ആരും മയങ്ങിപ്പോകുന്ന വശ്യ സൗന്ദര്യമായിരുന്നു അവളുടെ പ്രത്യേകത. ഗോതമ്പിന്റെ നിറവും ബ്രൗൺ നിറത്തിലുള്ള ഇടതൂർന്ന മുടിയിഴകളുമൊക്കെയായി ആരും ഒന്ന് നോക്കിപ്പോവും അവളെ കണ്ട. കാണാൻ ഇത്രയും ചേലുള്ളത് കൊണ്ട് തന്നെ അവളുടെ പുറകെ നടക്കാനും ആളുകൾ ഒരുപാടായിരുന്നു. ശ്രുതിയുടെ ഈ സൗന്ദര്യം തനിക്ക് വിനയായി മാറുമെന്ന് വിവേകിന് വേണ്ടി അവിടെ എത്തിയ ചേതൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അധ്യായം 66. സൗന്ദര്യമുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ആ സൗന്ദര്യം ഒരു ശാപമായി മാറിയാലോ? ആ അവസ്ഥയിലായിരുന്നു ശ്രുതി. റിസപ്ഷനിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പേരുമായി ഇടപഴകേണ്ടി വരും. അവരിൽ വലിയ പദവികളിലുള്ള പുരുഷന്മാരും പെടും. ഇവരെല്ലാം ഒരു കാരണവുമില്ലാതെ അവിടെ വന്ന് ശ്രുതിയെ ശല്യം ചെയ്യുന്നത് ഒരു പതിവാണ്. ചിലർ ശ്രുതിയോട് സംസാരിച്ച് നേരം കൂടാനാണ് വരുന്നതെങ്കിൽ മറ്റു ചിലർ അവളുടെ അടുത്ത് പ്രണയാഭ്യർത്ഥനകളും കൊണ്ടാണ് വരുന്നത്. ഒഴിഞ്ഞു മാറിയാലും അവളെ നിർത്താതെ പിന്തുടരുന്നവരുമുണ്ട്. എന്നാൽ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് വരിക. പക്ഷേ ഒരു റിസപ്ഷനിസ്റ്റ് ആയതുകൊണ്ട് അവൾക്കത് പ്രകടിപ്പിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. അവരുടെ എല്ലാ വിധത്തിലുള്ള ശല്യങ്ങളും അവൾക്ക് ഒരു പുഞ്ചിരിയോടുകൂടി സഹിക്കേണ്ട അവസ്ഥയാണ്. എങ്ങാനും അവൾ ദേഷ്യപ്പെട്ടിട്ട് മരുന്ന് വാങ്ങാൻ വന്ന കസ്റ്റമേഴ്സ് അവർ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അവളുടെ ജോലി തന്നെ തെറിച്ചു പോകും. എത്ര ദേഷ്യം വന്നാലും
ഒരു ദീർഘനിശ്വാസം എടുത്ത് കണ്ണുകൾ അടച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവൾ അവിടെ ഇരിക്കും. ദൈവമേ, പ്ലീസ് ഇന്നെങ്കിലും ഒരു വായി നോക്കിയായും ഇവിടേക്ക് പറഞ്ഞു വിടരുതേ. എനിക്ക് സ്വസ്ഥമായി ഒന്ന് ജോലി ചെയ്യണം. ചില അവന്മാരുടെ നോട്ടം കാണുമ്പോ തന്നെ പിടിച്ച് കണ്ണ് രണ്ടും കുത്താൻ തോന്നും. പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക്? അതുകൊണ്ട് പ്ലീസ് ഇന്നൊരു അലവലാതിയെയും ഇങ്ങോട്ട് പറഞ്ഞു വിടല്ലേ. അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ സ്ഥാനത്ത് വന്നിരുന്നതും ഇതൊന്നും അറിയാതെ ചേതൻ സ്റ്റൈലായി അവിടേക്ക് നടന്നു ചെന്നത്. അവൻ അവളുടെ മേശയുടെ മുന്നിലേക്ക് വന്നു നിന്നു. അവന്റെ മുഖം അവളുടേതിനേക്കാൾ പ്രകാശമയമായിരുന്നു. ഹായ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഹേയ്, എനിക്ക് കുറച്ച് ബുക്സ് വേണമായിരുന്നു. ഇവിടെ ബുക്സ് കൊടുക്കാറുണ്ടോ? എനിക്ക് ചില മരുന്നുകൾ തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ് വേണ്ടത്, പ്രത്യേകിച്ച് ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ. ചേതൻ അവളോട് ചോദിച്ചു. ചേതൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ വിൽക്കപ്പെടുമെന്നോ അവിടുത്തെ രീതി എന്താണെന്നോ ഒന്നും അവൻ അറിയില്ലായിരുന്നു. ചേതൻ ചോദിച്ചത് കേട്ട് ശ്രുതിയുടെ ചിരി പരിഹാസമായി മാറി. മിസ്റ്റർ, ഇത് ആൽക്കമി യൂണിയനാണ്, അല്ലാതെ ബുക്ക് സ്റ്റോർ അല്ല. ബുക്സ് വിൽക്കാൻ. ശ്രുതി ദേഷ്യം അടക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ ഓർത്തതേയുള്ളൂ, മനുഷ്യന്റെ നേരം കളയാൻ ഓരോ കുരിശ് കെട്ടിയെടുക്കുമല്ലോ എന്ന് പറഞ്ഞ് നാവെടുത്തില്ല. ദേ വന്നു. വായി നോക്കിയാണെന്ന് കാണുമ്പോ തന്നെ അറിയാം. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ആൽക്കമി യൂണിയിൽ ബുക്ക് വിൽക്കുമെന്ന് ചോദിക്കോ? അറ്റ്ലീസ്റ്റ് പറയുമ്പോ ആളുകള് വിശ്വസിക്കുന്ന കള്ളമെങ്കിലും പറയണ്ടേ? നാശം പിടിക്കാൻ. ശ്രുതി ചിന്തിച്ചു. ഇന്നും പണി കിട്ടുമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ പാവം ചേതൻ ശ്രുതി ചിന്തിച്ചു കൂട്ടുന്നത് ഒന്നും അറിഞ്ഞതേയില്ല. ബുക്ക് വായിക്കാനാണെങ്കിൽ ബുക്ക് ഷോപ്പിൽ പോകണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ട പുസ്തകങ്ങൾ ആൽക്കമിയെ കുറിച്ചുള്ളവയാണ്. അത് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. ചേതൻ സൗമ്യമായി അവൾക്ക് മറുപടി കൊടുത്തു. അവന്റെ മറുപടി കേട്ടതും അവൾ അവനെ ഒന്ന് തുറച്ചു നോക്കി. ഓ, ആക്ടിങ് കൊള്ളാം. നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കാണുന്നതാ ഞാൻ. വരട്ടെ, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാലോ. നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വില പോയില്ല മോനെ, അവൾ മനസ്സിലോർത്തു. ശേഷം മറുപടി ഒന്നും കൊടുക്കാതെ കയ്യും കെട്ടി നിന്ന് അവനെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. അവളൊന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ചേതൻ താൻ വന്ന കാര്യം എന്താണെന്നുള്ളത് വീണ്ടും അവളോട് പറയാനൊരുങ്ങി. എനിക്ക് അപൂർവമായ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളുള്ള ഒരു ബുക്കാണ് വേണ്ടത്. അതുമല്ല, ആ സസ്യങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി വേണം. നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം ഉള്ള ബുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അതോ ഇനി വിൽക്കില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കാൻ കിട്ടിയാലും മതി. പറയാൻ വന്നത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രുതി ഇടയിൽ കയറി. മിസ്റ്റർ, ഇവിടെ ബുക്കുകൾ വിൽക്കില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെയും എന്താ നിങ്ങൾ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ദേഷ്യപ്പെടുന്നത് കേട്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു. അത് കണ്ടതും അവളുടെ കോപം ഒന്നുകൂടെ കൂടി. ശരി, നിങ്ങൾക്ക് എന്ത് ബുക്സ് ആണ് വേണ്ടത്? വാങ്ങാൻ വന്നതാണോ അതോ വെറുതെ വായിക്കാൻ വന്നതാണോ? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വ്യക്തമായി പറയേ. വെറുതെ ഓരോന്ന് പറഞ്ഞു വന്നാ ഞാൻ ഇംപ്രസ് ആകും എന്നൊന്നും വിചാരിക്കണ്ട, അവൾ കോപത്തോടെ പറഞ്ഞു. തന്നെ ശല്യപ്പെടുത്താനാണ് ചേതൻ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് അവൾ കരുതിയത്. അല്ലെങ്കിൽ ബോധമുള്ള ആരെങ്കിലും വന്ന് ആൽക്കമി യൂണിയനിൽ ബുക്കിനെ കുറിച്ച് ചോദിക്കോ? ശ്രുതിയുടെ മൂഡ് ശരിയല്ല എന്നുള്ളത് ചേതന് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാരണം മാത്രം അവന് മനസ്സിലായില്ല. ആൽക്കമി ബുക്സിനെ കുറിച്ച് ചോദിക്കാൻ വന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ചേതന് തോന്നി. ഈ പെണ്ണ് എന്തിനാ വെറുതെ എന്റെ തലയിൽ കയറാൻ വരുന്നേ? ആ ബുക്ക് എവിടെയാണെന്ന് പറഞ്ഞാ ഞാൻ പോയത് നോക്കില്ലേ? ഇവൾ വീട്ടിലെന്തോ വഴക്കുണ്ടാക്കിയിട്ട് വന്നതാന്ന് തോന്നുന്നു. എന്നിട്ട് ആ ദേഷ്യമൊക്കെ എന്റെ തലയിൽ കയറി തീർക്കുക. ആ, എന്തെങ്കിലും ആവട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ ബുക്കിനെ കുറിച്ച് ചോദിക്കാനല്ല വന്നത്, അത് ചോദിച്ചിട്ട് പോവാ. ചേതൻ ചിന്തിച്ചു. വെറുതെ അവളുടെ പെരുമാറ്റം വലിയ കാര്യമായി എടുക്കണ്ടെന്ന് അവൻ കരുതി. അതുകൊണ്ട് തന്നെ അവൻ ശാന്തമായി നിന്നു. അനാവശ്യ കാര്യങ്ങളിൽ തലയിടാൻ അവൻ ഒട്ടും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. അല്ല, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഒന്നുമല്ല ഞാനിവിടെ വന്നത്. ഇവിടെ ആൽക്കമി യൂണിയനിൽ ഒരു ലൈബ്രറി കാണുമല്ലോ, അത് എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി, ഞാൻ പോയേക്കാം. ചേതൻ അവളോട് പറഞ്ഞു. അധ്യാപകരുടെ യൂണിയൻ ആയാലും ശരി, ആൽക്കമി യൂണിയൻ ആയാലും ശരി, ഓരോ യൂണിയനിലും ആ യൂണിയനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു ലൈബ്രറി കാണണമല്ലോ. ആ ലൈബ്രറി ഈ ബിൽഡിംഗിൽ എവിടെയാണെന്ന് അറിഞ്ഞാൽ ചേതന് അവിടെ പോയി തനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ അന്വേഷിക്കാം. ആ പുസ്തകങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ ഒരു തവണ ഒന്ന് കണ്ടാൽ മാത്രം മതിയാകും ചേതന്. പക്ഷേ അങ്ങനെ കാണണമെങ്കിൽ കൂടിയും അവൻ ആദ്യം അവരുടെ അനുവാദം ആവശ്യമായിരുന്നു. ചേതന്റെ എതിരെ നിൽക്കുന്ന ശ്രുതിക്ക് അവൻ പറയുന്നതെല്ലാം കള്ളമായാണ് തോന്നിയത്. ലൈബ്രറിയോ?
ഇപ്പൊ ഞാൻ നിങ്ങളെ ആൽക്കമി ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകണം. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ദേ ഇങ്ങ് നോക്ക്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ നിങ്ങളെ വല്ലത് പറയുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവൾ കോപത്തിൽ പറഞ്ഞു. നിങ്ങൾ ഞാൻ വന്നപ്പോ തൊട്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണല്ലോ. എന്നോട് എന്തിനു ഇത്രയും ദേഷ്യം? ഞാൻ എന്ത് ചെയ്തിട്ടാ? പെമ്പിള്ളറായ കുറച്ച് ശാന്തമായൊക്കെ സംസാരിച്ചൂടെ? ചേതൻ അവൾ തന്നോട് കോപപ്പെടുന്നത് കണ്ട് ചോദിച്ചു. അതെന്താ, പെമ്പിള്ളേർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ ഈ ശാന്തതയൊക്കെ? ആമ്പിള്ളേർക്ക് ഇതൊന്നും ബാധകമല്ലേ? ഞാൻ എങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ അവകാശമാണ്. നിങ്ങൾ അതിൽ ഇടപെടാൻ വരണ്ട. ശ്രുതിക്ക് ചേതൻ പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും ദേഷ്യമാണ് തോന്നിയത്. അയ്യോ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അതിൽ ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളുടെ അവകാശത്തിലും ഞാൻ തലയിടുന്നില്ല. അതുപോലെ നിങ്ങളും എന്റെ അവകാശത്തിൽ തലയിടാൻ വരരുത്. ചേതൻ പറഞ്ഞു. ഞാൻ എന്ത് നിങ്ങളുടെ അവകാശത്തിൽ തലയിടാൻ വന്നതാ നിങ്ങൾ ഈ പറയുന്നത്? അവൻ പറയുന്നത് മനസ്സിലാവാതെ ചോദിച്ചു. നിങ്ങൾ എന്തിനാ ഇവിടെ ഒരു ചെയറിട്ട് റിസപ്ഷനിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ഇവിടെ വരുന്നവരെ ഹെൽപ്പ് ചെയ്യാനും മരുന്നുകൾ വിൽക്കാനും അല്ലേ? ഞാൻ നിങ്ങളോട് ആൽക്കമി ലൈബ്രറി എവിടെയാണെന്നല്ലേ ചോദിച്ചത്? എന്നിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി തന്നു. എനിക്ക് അവിടേക്ക് പോകാനുള്ള അവകാശത്തെ തടഞ്ഞ് എന്നെ അവിടേക്ക് വിടാതിരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വെറുതെ ഒന്നുമല്ലല്ലോ നിങ്ങളുടെ ബുക്സ് വെച്ചത്. അതിനനുസരിച്ച് പണവും തരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെയും നിങ്ങൾ എന്താണ് എന്നെ അവിടേക്ക് കൊണ്ടുപോകാത്തത്? ശ്രുതി ചേതൻ പറഞ്ഞത് മുഴുവനും മിണ്ടാതെ കേട്ടു നിന്നു. സാർ, നിങ്ങളുടെ കയ്യിൽ പണത്തിന് കുറവൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ന് കരുതി എല്ലാം പണം കൊണ്ട് വാങ്ങാൻ കഴിയുമെന്ന് കരുതരുത്. ചിലരുണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതുന്നവർ. നിങ്ങളും സംസാരിക്കുന്നത് അതുപോലെയാണ്. എന്നാൽ പണം കൊണ്ട് വാങ്ങാനാവാത്ത വിഷയങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലൈബ്രറിയെ കുറിച്ച് അറിയണോ? നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അത് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബേസിക് ലൈബ്രറിയാണ്, രണ്ടാമത്തത് അഡ്വാൻസ്ഡും. ബേസിക് ലൈബ്രറി ആൽക്കമി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ അഡ്വാൻസ്ഡ് ലൈബ്രറി ആൽക്കമിസ്റ്റുകൾക്കുള്ളതും. ഇനി പറ, നിങ്ങൾ അതിലാരാ? ആൽക്കമിസ്റ്റ് സ്റ്റുഡന്റ് ആണോ അതോ ആൽക്കമിസ്റ്റ് ആണോ? അവൾ അവനോട് ചോദിച്ചു. അത് കേട്ട് ചേതൻ ആകെ കുഴപ്പത്തിലായി. അവന് ആൽക്കമി യൂണിയനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ മാജിക് സ്കൂളിലെ ലൈബ്രറി എങ്ങനെയാണെന്നുള്ളത് അവൻ അറിയാമായിരുന്നു. അവിടുത്തെ ലൈബ്രറിയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി 2ആയി തിരിച്ചിരുന്നു. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ മേൽനോട്ടമില്ലാതെ ചില കഠിനമായ വിദ്യകൾ തനിയെ പഠിക്കാൻ ശ്രമിച്ച് അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നത്. ഇവിടെയും ഏതാണ്ട് അതുപോലെ ആയിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ഇല്ല, ഞാൻ സ്റ്റുഡന്റും അല്ല ആൽക്കമിസ്റ്റും അല്ല. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടതും ശ്രുതി അവനെ സൂക്ഷിച്ചു നോക്കി. പക്ഷേ എനിക്ക് ആൽക്കമി സ്റ്റുഡന്റ് ആവണമെന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? എക്സാം എഴുതണോ? ചേതൻ വീണ്ടും ചോദിച്ചു. അത് കേട്ട് ശ്രുതിക്ക് വീണ്ടും ദേഷ്യമാണ് വന്നത്. ഇയാൾക്ക് എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന ആവശ്യമില്ലാത്ത ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനു മുമ്പ് വന്നിരുന്ന വായു നോക്കികളൊക്കെ എന്നെ കണ്ടു കഴിയുമ്പോൾ പോകുമായിരുന്നു. ഇല്ലെങ്കിൽ കുറച്ചു നേരം എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകും. എന്നാൽ ഇയാൾ മാത്രം പോകുന്നില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇയാളുടെ ഉദ്ദേശം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശ്രുതി ചിന്തിച്ചു. ചേതന് മരുന്നുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അതുമല്ല, അവനത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോലുമില്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ചേതനൊരു ആൽക്കമി സ്റ്റുഡന്റ് ആകാൻ കഴിയില്ല. ആൽക്കമി സ്റ്റുഡന്റായി മാറണമെങ്കിൽ ആദ്യം അതിന്റെ എൻട്രൻസ് എക്സാം ജയിക്കണമായിരുന്നു. എക്സാമോ? നിങ്ങൾക്ക് സ്റ്റുഡന്റ് ആകാനുള്ള എക്സാം എഴുതണോ? ശ്രുതി ചോദിച്ചതും അവൻ അതെ എന്ന് തലയാട്ടി. ചേതൻ പറഞ്ഞത് കേട്ടതും അവൾക്ക് അവൻ ഉറപ്പായും അവളെ വായി നോക്കാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ ദേഷ്യം അധികരിച്ചിരുന്നു. സത്യം പറ, നിങ്ങൾ ബുക്കിന് വേണ്ടിയല്ലല്ലോ ഇവിടെ വന്നത്? അവൾ കോപത്തോടെ ചോദിച്ചു. ബുക്കിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇവിടം വരെ നടന്നു വരാൻ എനിക്ക് വട്ടുണ്ടോ? ആ ബുക്കിന് വേണ്ടിയാണ് ആൽക്കമി യൂണിയൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ഇവിടം വരെ ഞാൻ വന്നത്. എന്നിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം എന്താ കാണിക്കുന്നത്? ചേതൻ അവളോട് ചോദിച്ചു. ശരി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എക്സാം എഴുതണം, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ 2 എക്സാം നടക്കും. അത് ജയിച്ചാ നിങ്ങൾക്ക് സ്റ്റുഡന്റായി മാറാം. വാ, ഞാൻ തന്നെ നിങ്ങൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, ശ്രുതി പറഞ്ഞു. ഇവൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് സഹായിക്കാൻ തോന്നിയത്? ചേതൻ ചിന്തിച്ചു. ശ്രുതി പറഞ്ഞതനുസരിച്ച് 2 തരത്തിലുള്ള എക്സാമുകളാണ് നടന്നിരുന്നത്. ഒന്ന് ആൽക്കിമിസ്റ്റുകളുടെ ശിഷ്യനായി മാറാനുള്ളതും 2 ആൽക്കിമിസ്റ്റായി മാറാനുള്ളതും. അധ്യാപകർക്കിടയിൽ പല നിലകളുള്ളതുപോലെ ഇവിടെയും പല നിലകൾ ഉണ്ടായിരുന്നു. അതുപോലെ അധ്യാപകനാകാൻ പല ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നത് പോലെ ഇവിടെയും ഉണ്ടായിരുന്നു. ഒരു ശിഷ്യനെങ്കിലും ആയിത്തീരണമെങ്കിൽ കുറഞ്ഞത് ആൽക്കമിയെ കുറിച്ചുള്ള പ്രാഥമിക അറിവെങ്കിലും വേണം.
ശ്രുതിയും പലതവണ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും അവൾ എല്ലാ തവണയും തോറ്റു പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ ആൽക്കമിയെ കുറിച്ച് പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത ഇയാൾ എങ്ങനെ ആ എക്സാം എഴുതി ജയിക്കും? ശ്രുതി പുച്ഛത്തോടെ ചിന്തിച്ചു. ഒരുപാട് തവണ എക്സാം എഴുതിയിട്ടും ഞാൻ ജയിച്ചില്ല. പിന്നെയാണ് ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ലാത്ത ഇയാൾ ജയിക്കാൻ പോകുന്നത്. ഞാനവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതിനിടയ്ക്ക് കയറി വന്ന് ശല്യപ്പെടുത്തിയതും പോരാ, ഇനി എക്സാം എഴുതണം പോലും. ഇയാളെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. അയാൾ എക്സാം എഴുതട്ടെ, ജയിക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വേണം ഇയാൾ ഇവിടെ നാണം കെടുത്താൻ. ഇനിയൊരു പെണ്ണിനെയും ഇതുപോലെ ശല്യപ്പെടുത്താൻ ഇയാൾ ചെല്ലരുത്. ഇനി ഇവിടെ എന്നെ ശല്യപ്പെടുത്താൻ വരുന്ന അവന്മാർക്കും ഇതൊരു പാഠമായിരിക്കണം. ശ്രുതി ചേതനെ തന്നെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോട് ചിന്തിച്ചു. 67 പലതവണ ആൽക്കിമി സ്റ്റുഡന്റ് ആവാനുള്ള പരീക്ഷ എഴുതിയിട്ടും ജയിക്കാൻ കഴിയാതിരുന്ന ശ്രുതിക്ക് ചേതൻ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞത് വലിയ ആശ്ചര്യമാണ് സൃഷ്ടിച്ചത്. ചേതന് മരുന്നുകളെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയുള്ളപ്പോ പരീക്ഷ എഴുതി ജയിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. ഈ പരീക്ഷ സാധാരണ വല്ല പരീക്ഷയായിരുന്നെങ്കിൽ എന്തെങ്കിലും എഴുതി ജയിക്കാമായിരുന്നു. പക്ഷേ ആൽക്കമി സ്റ്റുഡന്റ് ആവാനുള്ള പരീക്ഷ വളരെ കഠിനമേറിയതാണ്. തെറ്റിദ്ധാരണ കാരണം തുടക്കം മുതലേ ശ്രുതി ചേതന്റെ മേലെ ദേഷ്യത്തിലായിരുന്നു. ചേതനാവട്ടെ അവളുടെ ദേഷ്യത്തിന്റെ കാരണം അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ശ്രുതി തന്നെ പരീക്ഷ നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അവന് വലിയ ആശ്വാസമായി. അതെ, എനിക്കൊരു ഡൗട്ട് കൂടിയുണ്ട്, ചേതൻ ശ്രുതിയോട് പറഞ്ഞു. പരീക്ഷ പോലും തുടങ്ങിയിട്ടില്ല, പിന്നെ എന്താ നിങ്ങൾക്ക് ഇത്ര ഡൗട്ട്? ശ്രുതി ചോദിച്ചു. അല്ല, ആ എക്സാമിൽ എങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നറിയാനാണ്. എക്സാമിൽ ജയിക്കണമെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ട് പോകണമല്ലോ. ചേതൻ തിരക്കി. നിങ്ങൾ ശരിക്കും പരീക്ഷ എഴുതാൻ തന്നെയാണ് ഇവിടേക്ക് വന്നത്? ശ്രുതി ചോദിച്ചു. അതെ, എക്സാം എഴുതാൻ തന്നെയാ വന്നത്. ചേതന്റെ മറുപടി കേട്ട് അവൾ അനിഷ്ടത്തോടെ തലയാട്ടി. പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടായിരിക്കില്ലേ വരുന്നത്. എന്നാൽ ഇയാൾക്ക് മാത്രം യാതൊന്നും അറിയില്ല. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇവൻ എന്റെ പിറകെ നടക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, അവൾ ഉറപ്പിച്ചു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ ചോദിച്ചതിന് ഉത്തരം പറ. ചേതൻ ഒന്നും പറയാൻ നിൽക്കുന്ന ശ്രുതിയോട് തിരക്കി. ശ്രുതി അത് കേട്ട് അവനെ ദേഷ്യത്തിൽ നോക്കി. നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് പറ, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കാം. ചേതൻ വീണ്ടും ചോദിച്ചതും ശ്രുതി ആകെ കോപത്തിലായി. എനിക്കറിയാം, അവൾ പറഞ്ഞു. അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ, വെറുതെ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? ചേതൻ അവളോട് ചോദിച്ചു. ഓ മതി, ഞാൻ പറയാം. പരീക്ഷ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഔഷധ സസ്യങ്ങളെ കുറിച്ചും അതിന്റെ ഗുണങ്ങളെ കുറിച്ചുമുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും പഠിച്ചിരിക്കണം. ആൽക്കമിയുടെ ഹിസ്റ്ററിയെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ആൽക്കമിസ്റ്റ് ആവുക വളരെ കഠിനമേറിയ ജോലിയായിരുന്നു. ഔഷധ സസ്യങ്ങളിൽ ഏതിനൊക്കെയാ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചു പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയല്ല. ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തവർക്ക് അത് വെച്ച് മരുന്നുകൾ ഉണ്ടാക്കിയാൽ ഒരു രോഗവും ഭേദമാക്കാനും കഴിയില്ല. തന്റെ ജീവിതം മുഴുവനും ഈ മേഖലയ്ക്ക് വേണ്ടി അർപ്പിച്ച പ്രബലരായ ആൽക്കമിസ്റ്റുകൾക്ക് പോലും സസ്യങ്ങളെ തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആൽക്കമി സ്റ്റുഡൻസിന് അവ തെറ്റാതെ കണ്ടെത്തുക എന്നത് നടക്കാത്ത കാര്യമാണ്. ശ്രുതി ചേതൻ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സസ്യങ്ങൾ തിരിച്ചറിയണം, അത്രയല്ലേ ഉള്ളൂ. അത് എളുപ്പമല്ലേ? അല്ല, ഈ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളുള്ള ബുക്സ് എവിടെയാണെന്ന് പറ. അത് വായിച്ചാ അവയെ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. ചേതൻ അവളോട് ചോദിച്ചു. ആ പുസ്തകങ്ങളിൽ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ചേതന് അവയെ തിരിച്ചറിയുന്നതിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. ഏത് വലിയ പുസ്തകവും ഒറ്റ നോട്ടത്തിൽ തന്നെ കോപ്പി ചെയ്യാൻ കഴിയുന്ന മാന്ത്രിക ലൈബ്രറി മനസ്സിലുള്ളിടത്തോളം ചേതന് ഒരു പരീക്ഷയും കഠിനമല്ല. ചേതന്റെ ഇത്രയുള്ളോ എന്ന ചോദ്യം ശ്രുതിയുടെ ഉള്ളിൽ കോപം നിറച്ചിരുന്നു. നിങ്ങൾ എന്താ തമാശയൊക്കെയാണോ എന്നെ? ലക്ഷക്കണക്കിന് ഔഷധ സസ്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്ര ഉള്ളുന്നോ? നിങ്ങൾക്കെന്താ ഇത് കേട്ടിട്ട് പൂ പറിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്? എത്രയോ പേര് വർഷങ്ങളായി പരീക്ഷ ചെയ്തിട്ടും ജയിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടെന്ന് അറിയോ? അവൾ കോപത്തിൽ അവനോട് തിരക്കി. ലക്ഷക്കണക്കിന് സസ്യങ്ങളെ കുറിച്ച് മനപ്പാഠമാക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതൊക്കെ പഠിച്ചാൽ മാത്രം പോരല്ലോ, എല്ലാം ഓർത്തെടുക്കുകയും വേണ്ടേ? അതുമല്ല, ചില സസ്യങ്ങൾ കാണാനും ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ ചില മരുന്നുകൾ ഉണ്ടാക്കുന്ന രീതികൾ തമ്മിലും ചെറിയ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ഓർത്തെടുക്കുക അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പല വർഷങ്ങളായി ഇവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് പോലും ഇങ്ങനെയുള്ള തെറ്റ് സംഭവിക്കുമ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇവൻ ഇത് ഈസി ആണെന്ന് പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് ചിരി വന്നു. ചേതൻ കാണിക്കുന്നതെല്ലാം അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള വെറും നാടകമാണെന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. ശ്രുതി പരീക്ഷ കഠിനമായിരിക്കുമെന്ന് പറഞ്ഞിട്ടും ചേതൻ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ ആവാനേ പോയില്ല.
എനിക്കിതൊക്കെ ഓർത്തു വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനുള്ള ബുക്സ് എവിടെ കിട്ടും? ചേതൻ ശ്രുതിയോട് വീണ്ടും ചോദിച്ചു. എക്സാം നടക്കുന്ന സ്ഥലത്തിന് മുമ്പിൽ ഒരുപാട് ബുക്ക് ഷോപ്സ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ ബുക്കുകൾ കിട്ടും. വാ, ഞാൻ തന്നെ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോവാം. നിങ്ങളതൊക്കെ വായിച്ചിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ശ്രുതി തന്റെ ഉള്ളിലുള്ള അനിഷ്ടം അതുപോലെ തന്നെ പുറത്ത് കാട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ചേതൻ അതൊന്നും കാര്യമാക്കാതെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം ശ്രദ്ധിച്ചു. ഇരുവരും നടന്ന് എക്സാം ഹാളിന്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നു. ആ ഹാളിന്റെ മുൻപിലായി ഒരു കസേരയിൽ ഒരു മധ്യവയസ്കൻ ഇരുന്നിരുന്നു. അയാളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. അയാൾ ആ പുസ്തകത്തിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മധ്യവയസ്കനും ആൽക്കമി സ്റ്റുഡന്റ് ആകാനായുള്ള പരീക്ഷ എഴുതാൻ വന്നതാണ്. 20 വർഷം തുടർച്ചയായി ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. പക്ഷേ ഒരിക്കൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. പുസ്തകം വിൽക്കുന്ന തന്റെ ജോലിയോട് കൂടി തന്നെ അയാൾ പഠനവും തുടർന്നുകൊണ്ടിരുന്നു. ആ മധ്യവയസ്കനെ കുറിച്ച് ശ്രുതി ചേതനോട് പറഞ്ഞു കൊടുത്തു. 20 വർഷമായി ഒരാൾക്ക് പരീക്ഷ എഴുതിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പരീക്ഷ എത്ര കഠിനമുള്ളതാണെന്ന് ചേതൻ ചിന്തിച്ചു. ശ്രുതി അയാളുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ചെന്നു. ദേവാങ്കിൽ, അവൾ അയാളെ വിളിച്ചു. ആ ശ്രുതി, വാ വാ. എന്താ ഇങ്ങോട്ടൊക്കെ? ബുക്ക് വാങ്ങാൻ വന്നാണോ? അയാൾ അവളോട് ചോദിച്ചു. അതെ, ബുക്ക് വാങ്ങാനാണ്. പക്ഷേ എനിക്കല്ല, ദേ ഈ നിൽക്കുന്ന ആൾക്കാണ്. ബുക്സ് കിട്ടിക്കഴിഞ്ഞാ ഇപ്പൊ തന്നെ പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യുമെന്നാണ് ഈ നിൽക്കുന്ന മിസ്റ്റർ. അവൾക്ക് ചേതന്റെ പേരറിയാത്തത് കൊണ്ട് ഒന്ന് തപ്പിത്തടഞ്ഞു. ഓ, അങ്ങനെയാണോ? അതൊരു നല്ല കാര്യമാണല്ലോ. ദാ ഇപ്പോ എക്സാം നടക്കാൻ പോകുന്നുണ്ട്. ഞാനതിന് നിങ്ങളെ രജിസ്റ്റർ ചെയ്യണോ? ദേവ് ആവേശത്തോടെ ചോദിച്ചു. അതെ സാർ, രജിസ്റ്റർ ചെയ്യണം, ചേതൻ അയാളോട് പറഞ്ഞു. ദേവ് 20 വർഷമായി ഈ പരീക്ഷയ്ക്ക് പഠിച്ച ഒരാളാണ്. അതുമാത്രവുമല്ല, പലതവണ ഈ പരീക്ഷ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് വരെ അയാളെ കൊണ്ട് ഈ പരീക്ഷയിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ പലരുമുണ്ട് വർഷങ്ങൾ ഇതിനു വേണ്ടി കളയുന്നവർ. അല്ല, ബുക്ക് ഇപ്പോ വാങ്ങുമെന്നല്ല പറഞ്ഞത്. അപ്പോ എങ്ങനെ ഇപ്പോൾ തന്നെ എക്സാം എഴുതും? ദേവ് അവനോട് ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. ഇപ്പോ എക്സാമിന് എന്റെ എൻട്രി രജിസ്റ്റർ ചെയ്യും. ചേതൻ ചിരിച്ചുകൊണ്ട് അയാൾക്ക് മറുപടി കൊടുത്തു. ദേവ് ചേതനോട് എക്സാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ തുടങ്ങി. ഈ എക്സാം എഴുതാനുള്ള എക്സാം ഫീസ് 2000 സ്വർണ്ണ നാണയങ്ങളാണ്. എക്സാമിൽ ജയിച്ചാൽ കൊടുത്ത പണം തിരികെ കിട്ടും, ഇല്ലെങ്കിൽ അത് കിട്ടില്ല. അതുകൊണ്ട് വെറുതെ തമാശയ്ക്ക് വന്ന് എഴുതരുത്. ദേവ് പറഞ്ഞതും ചേതൻ തന്റെ കയ്യിലുള്ള 2000 സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അയാൾക്ക് നീട്ടി. ഇതാ, ഇനി എന്റെ പേര് രജിസ്റ്റർ ചെയ്യും, ചേതൻ പറഞ്ഞു. ദേവ് ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ചേതൻ ഒരു പണക്കാരനാണെന്നുള്ളത് ദേവ് ഉറപ്പിച്ചു. ഇത് കണ്ട ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലായി. ശ്രുതിയെ പോലുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ 2000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ചേതൻ നിസാരമായി ആ പണം എടുത്തു കൊടുക്കുന്നത്. താനൊരു പണക്കാരനാണെന്ന് കാണിച്ച് ശ്രുതിയെ ഇംപ്രസ് ചെയ്യാൻ അവൻ ചെയ്യുന്നതാണെന്ന് അവൾ ഉറപ്പിച്ചു. എക്സാം എഴുതാൻ വേണ്ടി എക്സാമിന് കയറുമ്പോൾ ചോദ്യപേപ്പർ കണ്ട് അതിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒന്നും അറിയാതെ ചേതൻ നാണം കെടുമെന്ന് അവൾ കരുതി. ദേവ് ഒരു പേപ്പർ എടുത്ത് ചേതന് കൈമാറി. ശരി, എക്സാമിന് ഇനിയും 4 മണിക്കൂറുണ്ട്. അതുകൊണ്ട് വേഗം ചെന്ന് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു, ദേവ് പറഞ്ഞു. 4 മണിക്കൂർ സമയമുണ്ടോ? അതേതാണ് നന്നായി. അല്ല, എനിക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യാനായി ബുക്ക് ആവശ്യമായിരുന്നു. അതിനിവിടെ ലൈബ്രറി പോലുള്ള വല്ല സ്ഥലങ്ങളുണ്ടോ? ചേതൻ ചോദിച്ചു. ഈ അവസാന നിമിഷത്തിൽ പഠിച്ച എങ്ങനെ ജയിക്കാനാണ്? സാരമില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇയാളുടെ പിന്നിൽ കാണുന്ന ആ റൂം കണ്ടോ? അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അവിടെ ചെന്ന് പറ്റുന്നത് പോലെ പഠിക്കാൻ നോക്ക്. ദേവ് ചേതന്റെ പിന്നിലുള്ള റൂം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ചേതൻ ആ റൂമിലേക്ക് നോക്കി. ആ റൂമിൽ റാക്കുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഓരോ റാക്കിലും നിറയെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും പുസ്തകങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഈ പരീക്ഷ ഇത്രയും കഠിനമായി മാറിയത്. ഇതത്രയും വായിക്കാൻ തന്നെ ഒരാൾക്ക് അയാളുടെ ജീവിതകാലം മുഴുവൻ വേണ്ടിവരും. അങ്ങനെയുള്ളപ്പോൾ ആ പുസ്തകങ്ങളിലെ വിവരങ്ങളെല്ലാം ഓർത്തിരിക്കുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ പുസ്തകങ്ങൾ വാങ്ങുന്നത് ചേതന് അനാവശ്യ ചെലവാണ്. കാരണം അവന് പുസ്തകങ്ങൾ ഒരു തവണ മറിച്ചു നോക്കിയാൽ തന്നെ അവയുടെ ഉള്ളടക്കമെല്ലാം ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ പതിയും. പിന്നെന്തിനാണ് അവൻ ആ പുസ്തകങ്ങൾ വാങ്ങുന്നത്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ബുക്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എക്സാമിന് പോവാം, ചേതൻ അവരോട് പറഞ്ഞു. നിന്റെ നാടകം കഴിയുന്നവരെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല. ശ്രുതി ചേതനെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു. ഞാനും നിങ്ങളുടെ കൂടെ വരാം. നിങ്ങൾ എന്ത് പഠിച്ചാണ് എക്സാം എഴുതാൻ പോകുന്നതെന്ന്
ഞാനൊന്ന് കാണട്ടെ, ശ്രുതി പറഞ്ഞു. അത് കേട്ട് ചേതൻ എന്തോ പന്തികേട് തോന്നി. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണോ എന്റെ പിന്നാലെ വരുന്നത്? അതോ വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ അല്ലേ? അവൻ പുരികം ചുളിച്ചു. വേറൊന്നുമല്ല, എനിക്കിപ്പോ പ്രേമിച്ച് നടക്കാനൊന്നും സമയമില്ല, അതാ. ചേതൻ ഗൗരവം അഭിനയിച്ച് കളിയായി അവളോട് പറഞ്ഞു. ആരാരുടെ പുറകെ നടക്കുന്നെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എന്നെ കണ്ടിട്ടൊരു മണ്ടിയായിട്ട് തോന്നുന്നുണ്ടോ തന്റെയൊക്കെ പുറകെ നടക്കാൻ? നിങ്ങളല്ലേ എന്നെ കാണാൻ വന്നിട്ട് ബുക്ക് വേണം, എക്സാം എഴുതണം എന്നൊക്കെ പറഞ്ഞ് കള്ളത്തിന് മീതെ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ പണക്കാരനാണ് കാണിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ വെച്ച് പൈസയും കൊടുത്ത് വേറെ ഷോ ഇറക്കി. ഇതൊക്കെ കണ്ട് ഞാൻ തന്റെ പുറകെ വരുമെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? ശ്രുതി ദേഷ്യത്തിൽ ചോദിച്ചു. നിങ്ങളിത് എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനിവിടെ എക്സാം എഴുതാനാണ് വന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. ഞാൻ പോയി അതിനുള്ള പണി നോക്കട്ടെ. ചേതൻ അവൾ പറഞ്ഞതിന് കോപത്തിൽ മറുപടി നൽകി അവിടെ നിന്നും ബുക്സ് ഉള്ള റൂമിലേക്ക് പോകാൻ തിരിഞ്ഞു. ഓ ശരി, എക്സാമിന് എന്ത് മാർക്കാ വാങ്ങാൻ പോകുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെയെങ്കിൽ അത് കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ, ശ്രുതി വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ചേതൻ പുസ്തകങ്ങളുള്ള ഇടത്തേക്ക് പോയി. നീയും പോയി പഠിക്കുമോളെ, ഇങ്ങനെ സമയം കിട്ടുന്നതൊക്കെ വലിയ കാര്യമാണ്. അത് വെറുതെ കളയാതെ വേഗം പോയി പഠിക്കാൻ നോക്ക്, ദേവ് അവളോട് പറഞ്ഞു. അത് കേട്ട് ശ്രുതിയും ആ മുറിക്കുള്ളിലേക്ക് കയറി. ചേതൻ പുസ്തകത്തിന്റെ പേജുകൾ വേഗത്തിൽ മറിക്കുന്ന ശബ്ദം അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നു. അവൻ ഓരോ പുസ്തകത്തിന്റെ പേജ് മറിക്കുന്നതിനനുസരിച്ച് അതിലുള്ള വിവരങ്ങൾ അവന്റെ മാന്ത്രിക ലൈബ്രറി പകർത്തിയെടുത്തു. ഈ പുസ്തകങ്ങളെല്ലാം ഒരു ആൽക്കിമിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ചേതൻ മനസ്സിലാക്കി. ഔഷധ സസ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അവയുടെ വലിപ്പം, അതുപോലെ അതിന്റെ വിളവിനെ കുറിച്ചും എല്ലാം ആ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നു. അതുപോലെ ആ ഔഷധ സസ്യങ്ങൾ മറ്റു മരുന്നുകളോട് കൂടിച്ചേർന്നാൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളതും എഴുതിയിരുന്നു. ചില ഔഷധ സസ്യങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നാൽ ഒന്നുകിൽ അത് മരുന്നായോ അല്ലെങ്കിൽ അത് വിഷമായോ മാറുമെന്നും അതിലുണ്ടായിരുന്നു. ഇവയെല്ലാം ഓരോന്നായി മനസ്സിൽ ഓർത്തു വെക്കുന്നത് കഠിനമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ആൽക്കിമിസ്റ്റുകൾക്ക് ഇത്രയും മതിപ്പ് ലഭിച്ചിരുന്നതെന്ന് ചേതന് മനസ്സിലായി. ഒരു ആൽക്കമി സ്റ്റുഡന്റ് ആകാൻ തന്നെ ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒരാൾക്ക് ആൽക്കമി സ്റ്റുഡന്റ് ആകണമെങ്കിൽ അയാൾ അതിനനുസരിച്ച് പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇയാൾ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബുക്ക് എടുക്കുന്നതിൽ സ്പീഡിൽ തിരിച്ചു വെക്കുന്നുണ്ടല്ലോ. കണ്ടാ പഠിക്കുന്ന പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ. ശ്രുതി ചേതൻ ചെയ്യുന്നത് കണ്ട് മനസ്സിലോർത്തു. ചേതന് സസ്യങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. 4 മണിക്കൂർ സമയം പെട്ടെന്ന് തന്നെ കടന്നുപോയി. ആ സമയത്തിനുള്ളിൽ ചേതൻ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞിരുന്നു. അവസാന പുസ്തകത്തെയും തിരികെ റാക്കിലേക്ക് എടുത്തു വെച്ച് ചേതൻ ഒന്ന് നെടുവീർപ്പിട്ടു. ഈ പുസ്തകങ്ങളിൽ ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു. വെറുതെയാണോ ഈ ഫീൽഡിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ ഇത്ര കുറവ്? ചേതൻ ചിന്തിച്ചു. മരുന്നുകൾ തയ്യാറാക്കുന്നത് ഒരു എളുപ്പമുള്ള കാര്യമാണെന്നാണ് ചേതൻ കരുതിയത്. അത് തയ്യാറാക്കാനുള്ള ഫോർമുലയും ആവശ്യമായ സാധനങ്ങളും കയ്യിലുണ്ടെങ്കിൽ അത് എളുപ്പം ചെയ്യാൻ കഴിയുമെന്ന് അവൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ അവന് നല്ലതുപോലെ മനസ്സിലായി. സസ്യങ്ങളുടെ കാലപ്പഴക്കവും തയ്യാറാക്കുന്ന മരുന്നുകളെ ബാധിക്കുമെന്നത് അവനൊരു പുതിയ അറിവായിരുന്നു. ഒരുപാട് വർഷങ്ങൾ പ്രായമായ സസ്യങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങളും കൂടുതലായിരിക്കും. ഇങ്ങനെ പല കാലപ്പഴക്കമുള്ള സസ്യങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാനുള്ള ശരിയായ ഫോർമുല അറിഞ്ഞാൽ പോലും എളുപ്പത്തിൽ മരുന്ന് തയ്യാറാക്കാൻ സാധിക്കില്ല. വെറുതെ അല്ല 20 വർഷം എക്സാം ചെയ്തിട്ടും മനുഷ്യന്മാര് പാസ്സാവാത്തത്. ചേതൻ ഒരു നെടുവീർപ്പോടെ ഓർത്ത് കൈയൊന്നുയർത്തി ശരീരം ആകെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് തിരിഞ്ഞു നോക്കിയതും അവിടെ നിന്നിരുന്ന ശ്രുതിയെയാണ് കണ്ടത്. എന്താ ഇവിടെ ഞാൻ എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കുമായിരുന്നു. അവൾ പരിഹാസത്തോടെ ചോദിച്ചതും ചേതൻ അവളെ തുറച്ചു നോക്കി. ഇവൾക്കുള്ളത് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം.